നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,518ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 18-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 13-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 4-ാം തീയതിയാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. രാത്രി 10:36 വരെയാണ് ചതുർദശി തിഥിയുള്ളത്. തുടർന്ന് പൗർണമി ആരംഭിക്കുകയാണ്. നക്ഷത്രം വരുന്നത് രേവതി നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 12:34 വരെയാണ് രേവതി നക്ഷത്രം ഉള്ളത്. അതിനുശേഷം അശ്വതി നക്ഷത്രം തുടങ്ങുന്നു. കരണം വരുന്നത് ആനക്കരണമാണ്. 12:24 വരെയുള്ള ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയത്താണ് ആനക്കരണം. നിത്യയോഗം വരുന്നത് വജ്രനാമ നിത്യയോഗമാണ്. അത് ഉച്ചയ്ക്ക് 3:42 വരെയുള്ള സമയത്താണ്. ഞാറ്റുവേല ചോതി ഞാറ്റുവേലയാണ്. 2 ആഴ്ചക്കാലമാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത്. അങ്ങനെ 72 ഞാറ്റുവേലകളാണ് ഒരു വർഷമുള്ളത്. ഋതു വരുന്നത് ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായന കാലവുമാണ്. ഇന്ന് ദിവസം ചൊവ്വ കുജൻ്റെ അഥവാ ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18 9 ഉദയം വരുന്നു. വൈകിട്ട് 5:56 44 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 38 35 ഈ ദിനമാനവും ഉദയാസ്തമയങ്ങളും പറഞ്ഞിട്ടുള്ളത്. മധ്യ കേരളത്തിലേതാണ്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:02 തുടങ്ങി 4:29 വരെയുള്ള സമയത്ത് ആണ്. ഗുളികകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 12:07 മുതൽക്ക് 1:34 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 9:12 തുടങ്ങി 10:40 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. ആയതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഈ സമയങ്ങൾ വർജിച്ചിട്ടുണ്ട്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:43 തുടങ്ങി 12:05 വരേക്കും. മധ്യത്തിലെ 4 മിനിറ്റ് സന്ധ്യയാകയാൽ വർജിച്ചിട്ട് 12:09 മുതൽക്ക് 12:31 വരെയാണ്. അഭിജിത് മുഹൂർത്തം 11:43 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ്. മധ്യത്തിലെ 4 മിനിറ്റാണ് ഇവിടെ സന്ധ്യയാകയാൽ ഇവിടെ വർജിച്ചിട്ടുള്ളത്. ചന്ദ്രാഷ്ടമം വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. മകം പൂരം ഉത്രത്തിൽ കാല ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്ക് ശുഭമല്ല. നൂതനമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെ അവർ വർജിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് രേവതി നക്ഷത്രമാണ്. വിവാഹം നടത്തുക, വ്രതം ആരംഭിക്കുക, ദേവപ്രതിഷ്ഠ, അതുപോലെ ഗൃഹാരംഭം, ഗൃഹപ്രവേശം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ രേവതി നക്ഷത്രം അനുകൂലമാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. അസ്ത്രശസ്ത്രാദികൾ ചതുർദശി തിഥി അസ്ത്രശസ്ത്രാദികൾ ഉണ്ടാക്കുക, അതുപോലെ യുദ്ധം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. യാത്ര വർജിച്ചിട്ടുണ്ട്. അതുപോലെ ക്ഷൗരവും വർജിച്ചിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.